വാത്തുകുടി പഞ്ചായത്തിൽ ഭരണം യു.ഡി.എഫിന്. കോൺഗ്രസിലെ ജോസ്മി ജോർജ് പ്രസിഡന്റായി. യു.ഡി.എഫിൽ നിന്നും കൂറുമാറി പ്രസിഡന്റായ സിന്ധു ജോസിനെ അയോഗ്യയാക്കിയോടുകൂടിയാണ് എൽ.ഡി.എഫിന് ഭരണം നഷ്ടമായത്. CPM അംഗം ലൈലാമണി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. മുൻപ് കൂറുമാറിയ യു.ഡി.എഫ് അംഗം തെരേസ രാരിച്ചൻ തിരിച്ച് യു.ഡി.എഫിന് വോട്ട് ചെയ്തു. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി ബിജു ചേരുന്നു. ബിജു, എന്തൊക്കെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? അജിത, വാത്തുകുടി ഗ്രാമപഞ്ചായത്തിലെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽപ്പെടുന്നതാണ് വാത്തുകുടി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് സമാനമായി തന്നെ വാത്തുകുടിയിലും ഭരണം യു.ഡി.എഫിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. മുൻപ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും മത്സരിച്ച യു.ഡി.എഫിന്റെ ഭാഗമായി മത്സരിച്ച സിന്ധു ജോസ് കൂറുമാറി എൽ.ഡി.എഫിനൊപ്പം ചേർന്ന് പ്രസിഡന്റായതിനെ തുടർന്നാണ് വാത്തുകുടിയിൽ ഭരണം യു.ഡി.എഫിന് നഷ്ടമായത്. സിന്ധുവിനൊപ്പം അന്ന് പിന്നെ യു.ഡി.എഫ് അംഗമായിരുന്ന തെരേസ രാരിച്ചനും, അദ്ദേഹം ജോസഫ് ഗ്രൂപ്പ് അംഗം തന്നെയായിരുന്നു. തെരേസ രാരിച്ചനും കൂറുമാറി എൽ.ഡി.എഫ് വോട്ട് ചെയ്തതോടുകൂടിയാണ് ഭരണം എൽ.ഡി.എഫിന് വാത്തുകുടിയിൽ ലഭിച്ചത്. തുടർന്ന് ദീർഘകാലത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് സിന്ധു ജോസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചേർന്ന് അയോഗ്യയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതോടുകൂടി സിന്ധു ജോസ് അയോഗ്യ ആയതോടുകൂടിയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. എന്നാൽ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ രാഷ്ട്രീയ മാനങ്ങൾ ഏറെ മാറി വരുന്നു. ശേഷം സിന്ധു ജോസിനോടൊപ്പം കൂറുമാറി ഇടതുപക്ഷത്തിന് വോട്ട് രേഖപ്പെടുത്തിയ തെരേസ രാരിച്ചനും വീണ്ടും തിരിച്ച് യു.ഡി.എഫിലേക്ക് തന്നെ വന്ന് യു.ഡി.എഫിന് വോട്ട് ചെയ്തതോടുകൂടിയാണ് എൽ.ഡി.എഫിന് ഭരണം നഷ്ടമായത്. ആദ്യ 18 പേരാണ് ഉള്ളത്. അതിന് സിന്ധു ജോസിനെ അയോഗ്യയാക്കി 17 പേരാണ് ഉള്ളത്. അതിൽ യു.ഡി.എഫിനോടൊപ്പം വിദേശത്താണ്. അത് എൽ.ഡി.എഫിനും 8-8 എന്ന രീതിയിലേക്ക് വരേണ്ടതായിരുന്നു. പക്ഷേ CPM നിന്ന് മത്സരിച്ച ലൈലാമണി ലൈലാമണി ഇന്ന് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിന്നതോടുകൂടി എൽ.ഡി.എഫിന് ഒരംഗത്തിന്റെ കുറവ് സംഭവിച്ചു. അങ്ങനെയാണ് എൽ.ഡി.എഫിന് 7 യു.ഡി.എഫിന് 8 എന്ന നിലയിൽ ഭരണം കിട്ടുകയായിരുന്നു. ലൈലാമണി എന്തുകൊണ്ടാണ് വിട്ടു നിന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം എൽ.ഡി.എഫിൽ നിന്ന് എത്തിയിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും വാത്തുകുടിയിൽ യു.ഡി.എഫ് ഭരണം പിടിച്ചെടുത്ത ഒരു വാർത്തയാണ് നമുക്ക് ഈ ഉച്ചയ്ക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി ഏതാനും മാസങ്ങൾ മാത്രമാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവശേഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പുറകിലേക്ക് ഒരു എൽ.ഡി.എഫ് ഒരു നിയമ പോരാട്ടത്തിലേക്കൊക്കെ വരുമോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ ഒരു വലിയൊരു തർക്കത്തിലേക്ക് വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും ലൈലാമണി വിട്ടുനിന്നതോടുകൂടിയാണ് വാത്തുകുടിയിൽ ഭരണം എൽ.ഡി.എഫിന് നഷ്ടമാകുന്ന ഒരു കാഴ്ചയുണ്ടായി. എടുത്തു പറയേണ്ടത് ഇനിയും ഇവിടെ നിയമ പോരാട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. കാരണം തെരേസ രാരിച്ചൻ തിരിച്ച് യു.ഡി.എഫ് വോട്ട് ചെയ്തു എങ്കിലും ഇതിന് എത്രത്തോളം നിയമ സാധ്യത ഉണ്ട് എന്ന കാര്യത്തിൽ വിദഗ്ധർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, മുൻപ് എൽ.ഡി.എഫ് വോട്ട് ചെയ്താൽ വോട്ട് സാധൂകരിച്ചാണ് യു.ഡി.എഫിന്റെ ഭരണം നഷ്ടമായത്. വീണ്ടും തിരിച്ച് യു.ഡി.എഫിലേക്ക് വരുമ്പോൾ സാധുവായ വോട്ടിനെ എത്രത്തോളം സാധൂകരിക്കും എന്ന ഒരു നിയമവശമാണ്. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ തെരേസ രാരിച്ചന്റെ വോട്ട് അസാധുവാകുമോ എന്നതൊക്കെ നിയമവശം പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒപ്പത്തിനൊപ്പം വന്നാൽ വീണ്ടും ഒരു മത്സരത്തിലേക്കോ ഇല്ലെങ്കിൽ ലൈലാമണിയെ എൽ.ഡി.എഫ് വീണ്ടും കൊണ്ടുവന്നാൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തിനോട് ഒപ്പത്തിനൊപ്പം എത്താൻ സാധിച്ചേക്കാം. എന്നാൽ നിയമ പോരാട്ടത്തിലേക്കൊക്കെ വരുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിയമ വിദഗ്ധർ ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തുന്നു. എന്തെന്നാൽ നമുക്ക് അതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് വാത്തുകുടിയിൽ ഭരണം യു.ഡി.എഫ് പിടിച്ചിരിക്കുന്ന കോൺഗ്രസിലെ ജോസ്മി ജോർജ് സേനാപതി വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ജോസ്മി ജോർജ് വാത്തുകുടിയിൽ പ്രസിഡന്റ് ആയിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് ഉച്ചയ്ക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അജിത.